ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് പ്രഷർ മെഷർമെൻറ്റ് ആൻഡ് ഹൈഡ്രോസ്റ്റാറ്റിക്സ്. പ്രഷർ. വാട്ട് ഈസ് പ്രഷർ? പ്രഷർ ഈസ് എ നോർമൽ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ എ ഫ്ലൂയിഡ് പെർ യൂണിറ്റ് ഏരിയ. മീൻസ് ഒരു യൂണിറ്റ് ഏരിയയിൽ ഒരു ഫ്ലൂയിഡ് അപ്ലൈ ചെയ്യുന്ന എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് പ്രഷർ എന്ന് പറയുന്നത്. അതിപ്പോൾ സോളിഡ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ നോർമൽ സ്ട്രെസ് എന്ന് പറയും. ഫ്ലൂയിഡിലേക്ക് അത് വരികയാണെങ്കിൽ പ്രഷറായിട്ട് മാറും. പ്രഷർ ഒരു സ്കെലാർ ക്വാണ്ടിറ്റിയാണ്. മീൻസ് ഇറ്റ് ഹാസ് മാഗ്നിറ്റ്യൂഡ് ബട്ട് നോട്ട് എ സ്പെസിഫിക് ഡയറക്ഷൻ. ഒരു പ്രത്യേക ഡയറക്ഷൻ ഒന്നുമില്ല, പക്ഷേ മാഗ്നിറ്റ്യൂഡ് ഉണ്ട്. സോ ഇറ്റ് ഈസ് എ സ്കെലാർ ക്വാണ്ടിറ്റി. ദ പ്രഷർ ഇൻറ്റൻസിറ്റി P അറ്റ് എ പോയിന്റ് ഇൻ എ സ്റ്റാറ്റിക് മാസ് ഓഫ് ഫ്ലൂയിഡ് ഡസ് നോട്ട് വാരി ഇൻ എക്സ് ആൻഡ് വൈ ഡയറക്ഷൻ. പ്രഷർ റിമെയിൻ കോൺസ്റ്റൻറ്റ് ഓവർ എനി ഹോറിസോണ്ടൽ പ്ലെയിൻ ഇൻ എ ഫ്ലൂയിഡ്. ഇറ്റ് വാരി ഓൺലി ഇൻ Z ഡയറക്ഷൻ. മീൻസ് സ്റ്റാറ്റിക്കായിട്ട് നിൽക്കുന്ന ഒരു ഫ്ലൂയിഡിൽ ഒരു പോയിന്റിൽ അപ്ലൈ ചെയ്യുന്ന പ്രഷർ വാരി ചെയ്യുന്നത് Z ഡയറക്ഷനിൽ മാത്രമായിരിക്കും. മീൻസ് വെർട്ടിക്കൽ ഡയറക്ഷനിൽ മാത്രമായിരിക്കും. ഹൈഡ്രോസ്റ്റാറ്റിക് ലോയും ഇത് തന്നെയാണ് സ്റ്റേറ്റ് ചെയ്യുന്നത്. ഹൈഡ്രോസ്റ്റാറ്റിക് ലോ ഈസ് ഗിവൺ ബൈ P is equal to gamma H. മീൻസ് അക്കോർഡിംഗ് ടു ഹൈഡ്രോസ്റ്റാറ്റിക് ലോ പ്രഷർ വെരി ലീനിയർലി വിത്ത് ഡെപ്ത്. മീൻസ് ഒരു ട്രയാങ്കുലർ വേരിയേഷനാണ് പ്രഷറിനുണ്ടാവുന്നത് അക്കോർഡിംഗ് ടു ഹൈഡ്രോസ്റ്റാറ്റിക് ലോ. P is equal to gamma Hലെ P പ്രഷർ ഇൻ എക്സസ് ഓഫ് അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. മീൻസ് അറ്റ്മോസ്ഫിയറിക് പ്രഷറോട് ആഡപ്പ് ചെയ്താലോ ഇതിൻ്റെ കറക്റ്റ് പ്രഷർ നമുക്ക് ലഭിക്കുകയുള്ളൂ. മറ്റൊരു പോയിന്റ് ഈ ലോയിൽ ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ദ പ്രഷർ അറ്റ് എനി പോയിന്റ് ഇൻ എ സ്റ്റാറ്റിക് മാസ് ഓഫ് ലിക്വിഡ് ഡിപ്പെൻഡ് ഓൺലി അപ്പോൺ ദ വെർട്ടിക്കൽ ഡെപ്ത് ഓഫ് ദി പോയിന്റ് ബിലോ ദ ഫ്രീ സർഫസ് ആൻഡ് സ്പെസിഫിക് വെയ്റ്റ് ഓഫ് ദി liquid. Means P is equal to gamma into H. It does not depend upon the shape and size of bonding container. അതിന് ആ ലിക്വിഡുള്ള കണ്ടെയ്നറിൻ്റെ ഷേപ്പോ സൈസോ ആയിട്ട് യാതൊരു ബന്ധവുമില്ല. ആകെ അത് ബന്ധം കാണിക്കുന്നത് അതിൻ്റെ ഡെപ്തും പിന്നീട് സ്പെസിഫിക് വെയ്റ്റ് ഓഫ് ലിക്വിഡ്, ആ രണ്ട് പാരാമീറ്ററിൽ മാത്രമേ റിലേഷൻ ഉള്ളൂ. നെക്സ്റ്റ് ഈസ് ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രഷർ. പ്രഷറിനെ നമുക്ക് പലതായിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ഫസ്റ്റ് ഈസ് സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഇറ്റ്സ് എ പ്രഷർ അറ്റ് ആവറേജ് സീ ലെവൽ. മീൻസ് ഒരു സീ ലെവലിൻ്റെ ആവറേജ് സീ ലെവലുള്ള പ്രഷറിനെയാണ് സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. ഇത് കണക്കാക്കിയത് ദ ആവറേജ് ലെവൽ ഓഫ് ടൈഡ് മെഷേർഡ് ഓവർ എ പീരീഡ് ഓഫ് 19 years. 19 കൊല്ലം ടൈഡിൻ്റെ ഏകദേശം എലിവേഷൻ ലെവലൊക്കെ നോക്കിയിട്ടാണ് ഇത് ഫിക്സ് ചെയ്തത്. സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് ഈക്വൽ ടു 76 centimeter ഓഫ് മെർക്കുറി. ദാറ്റ് ഈസ് ഈക്വൽ ടു 760 mm ഓഫ് മെർക്കുറി. ഇറ്റ് ഈസ് ഈക്വൽ ടു 10.3 meter ഓഫ് വാട്ടർ ആൻഡ് 101.03 kN per meter square. ഇതൊക്കെ സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. വേറെ വേറെ രീതിയിൽ ഡിഫൈൻ ചെയ്തെന്നേ ഉള്ളൂ. മീൻസ് 76 centimeter മെർക്കുറിക്ക് അനുഭവപ്പെടുന്ന അതേ പ്രഷറായിരിക്കും 10.3 meter വാട്ടറിന് അനുഭവപ്പെടുന്നത്. അതതിൻ്റെ ഡെൻസിറ്റിയൊക്കെ റിലേറ്റ് ചെയ്യുമ്പോൾ ഒക്കെ ഉള്ള ഡിഫറൻസ് ആണ്. സോ അതുകൊണ്ടാണ് നമ്മൾ കോമൺ ആയിട്ട് ബാരോമീറ്ററിൽ നമുക്ക് വാട്ടറിന് യൂസ് ചെയ്യാൻ സാധിക്കില്ല. നെക്സ്റ്റ് ഈസ് ലോക്കൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. പ്രഷർ മെഷേർഡ് അറ്റ് എ ഗിവൺ ലൊക്കേഷൻ. It will vary from place to place depending upon the level with respect to average sea level. It is measured using barometer. ഒരു ബാരോമീറ്റർ യൂസ് ചെയ്തിട്ട് നാം മെഷർ ചെയ്യുന്ന പ്രഷറിനെയാണ് ലോക്കൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. അത് ഓരോ സ്ഥലത്ത് പോലെ ഓരോ പ്രഷറായിരിക്കും കിട്ടുക ആ ബാരോമീറ്റർ റീഡിംഗ് അനുസരിച്ച്. നെക്സ്റ്റ് ഈസ് അബ്സല്യൂട്ട് പ്രഷർ. അബ്സല്യൂട്ട് പ്രഷർ ഈസ് ദ പ്രഷർ മെഷേർഡ് എബോവ് അബ്സല്യൂട്ട് സീറോ. ഈ അബ്സല്യൂട്ട് സീറോ എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് എ പോയിന്റ് ബിലോ വിച്ച് മോളിക്കുലർ ആക്ടിവിറ്റി സീസസ് ഓർ സ്റ്റോപ്പ്. ഒരു വിധത്തിലുള്ള മോളിക്കുലർ ആക്ടിവിറ്റി നടക്കാത്തൊരു ടെമ്പറേച്ചറാണ് അബ്സല്യൂട്ട് സീറോ. അതിന് ടെമ്പറേച്ചർ ഈസ് ഈക്വൽ ടു -270 degrees Celsius. മീൻസ് ഈ ഒരു അബ്സല്യൂട്ട് സീറോയുടെ മുകളിൽ മെഷർ ചെയ്യുന്ന പ്രഷറിനെയാണ് അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത്. അതിനൊരിക്കലും നെഗറ്റീവ് ആകാൻ സാധിക്കില്ല. മീൻസ് അബ്സല്യൂട്ട് സീറോ എന്ന് പറഞ്ഞാൽ -273 degrees Celsius. നെക്സ്റ്റ് ഈസ് ഗേജ് പ്രഷർ. ഇറ്റ്സ് എ പ്രഷർ മെഷേർഡ് ബൈ എ ഡിവൈസ് വിത്ത് റെസ്പെക്ട് ടു ലോക്കൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഗേജ് പ്രഷർ മേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഈ ഗേജ് പ്രഷർ പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാം. ഇത് അറ്റ്മോസ്ഫിയറിക് പ്രഷറുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നത് വേറെ ഡിവൈസൊക്കെ യൂസ് ചെയ്തിട്ട്. ഈ ഗേജ് പ്രഷറിൽ നമുക്ക് ലഭിക്കുന്ന പ്രഷർ നെഗറ്റീവ് ആണെങ്കിൽ അതിനെ വാക്വം പ്രഷർ എന്നാണ് പറയുന്നത്. വാക്വം പ്രഷർ ഓർ സക്ഷൻ പ്രഷർ ഓർ നെഗറ്റീവ് ഗേജ് പ്രഷർ. ഗേജ് പ്രഷർ നാം മെഷർ ചെയ്യുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷറുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ്. ആ ലഭിക്കുന്ന ഗേജ് പ്രഷർ നെഗറ്റീവ് ആണെങ്കിൽ അതിനെ വാക്വം പ്രഷർ എന്നാണ് പറയുന്നത് ഓർ സക്ഷൻ പ്രഷർ എന്നാണ് പറയുന്നത്. പോസിറ്റീവ് ആണെങ്കിൽ ഗേജ് പ്രഷർ എന്ന് തന്നെ. ഞാൻ ഈ പറഞ്ഞ പ്രഷറിൻ്റെ ഒക്കെ റിലേഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ P absolute is equal to P atmospheric plus or minus P gauge or P absolute is equal to P atmospheric minus P vacuum. ഈ absolute vacuum or absolute zero
ആ ഒരു ലെവലിലാണ് അബ്സല്യൂട്ട് പ്രഷർ ഉള്ളത്. അതൊരു ഡാൻഡം പോലെ ആക്ട് ചെയ്യുന്ന ഒരു ലൈനാണ്. മീൻസ് അതിൻ്റെ താഴോട്ട് ഇറ്റ് കാൺ ബി നെഗറ്റീവ്. അതുകൊണ്ട് അതിൻ്റെ താഴോട്ടൊരു പ്രഷർ ഉണ്ടാവില്ല. ഈ ഒരു റിലേഷൻ എങ്ങനെയാണ് വരുന്നത് എന്ന് വെച്ചാൽ, ഒരു ഡാൻഡം പോലെ ആക്ട് ചെയ്യുന്ന ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പ്രഷറാണ് അബ്സല്യൂട്ട് പ്രഷർ. ഈ അബ്സല്യൂട്ട് പ്രഷർ അതിൻ്റെ താഴോട്ടൊരു പ്രഷർ ഉണ്ടാവില്ല. മീൻസ് അബ്സല്യൂട്ട് പ്രഷർ കനോട്ട് ബി നെഗറ്റീവ്. പിന്നീട് അതിൻ്റെ മുകളിൽ കാണുന്ന ഒരു ലൈനാണ് ലോക്കൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഈ ലോക്കൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന പോയിന്റിൽ നിന്നാണ് നാം പിന്നീട് ഗേജ് പ്രഷർ മെഷർ ചെയ്യുന്നത്. ഈ ഗേജ് പ്രഷർ ലോക്കൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാൾ ചെറുതാണെങ്കിൽ അതിനെ പി വാക്വം എന്ന് പറയുന്നു. മീൻസ് അബ്സല്യൂട്ട് പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാൾ താഴെ വരും ആ പ്രഷർ. ഇഫ് ഇറ്റ് ഈസ് പോസിറ്റീവ് ഇറ്റ് ഈസ് നോൺ ആസ് ഗേജ് പ്രഷർ. മീൻസ് ലോക്കൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാൾ കൂടിയ പ്രഷറായിരിക്കും പി ഗേജ് പ്രഷർ. ഇത്തരത്തിലാണ് ഈ റിലേഷൻ വരുന്നത്. പി അബ്സല്യൂട്ട് ഈസ് ഈക്വൽ ടു പി അറ്റ്മോസ്ഫിയറിക് പ്ലസ് ഓർ മൈനസ് പി ഗേജ്. നെക്സ്റ്റ് ഈസ് പാസ്കൽസ് ലോ. At any point in a fluid at rest, the pressure is exerted equally in all the direction. ഫ്ലൂയിഡ് റെസ്റ്റിലായിരിക്കുമ്പോൾ ഏതൊരു പോയിന്റിലും പ്രഷർ ഈക്വലി ആയിട്ടാണ് എക്സേർട്ട് ചെയ്യുന്നത് എല്ലാ പോയിന്റിലേക്കും, എല്ലാ ഡയറക്ഷനിലേക്കും, ഏതൊരു പോയിന്റിൽ എടുക്കുകയാണെങ്കിലും. ഈ ഒരു പാസ്കൽസ് ലോ സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷനാണ് ഒന്ന് ഐഡിയൽ ഫ്ലൂയിഡ് ഇൻ റെസ്റ്റ്, സെക്കൻഡ് ഈസ് ഐഡിയൽ ഫ്ലൂയിഡ് ഇൻ മോഷൻ, തേർഡ് ഈസ് റിയൽ ഫ്ലൂയിഡ് ഇൻ rigid body motion or uniform motion. For real fluid with general or non-uniform motion, ഈ പാസ്കൽസ് ലോ വാലിഡ് ആവുന്നില്ല. That is, Pascal's uniform pressure at all direction is not valid for real fluid with non-uniform motion. ഈ പാസ്കൽസ് ലോയുടെ ഒരു ആപ്ലിക്കേഷനാണ് ഹൈഡ്രോളിക് പ്രസ്. നെക്സ്റ്റ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് മെഷർമെൻറ്റ് ഓഫ് ഫ്ലൂയിഡ് പ്രഷർ. പ്രഷർ മെയിനായിട്ട് മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റാണ് പീസോമീറ്റർ. പീസോമീറ്ററിൻ്റെ സെറ്റപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഒരു എൻഡ് അറ്റ്മോസ്ഫിയറിലേക്ക് എക്സ്പോസ്ഡ് ആയിരിക്കും, മറ്റേ എൻഡ് ഈസ് ഇൻസേർട്ടഡ് ഇൻ ദ വാൾ ഓഫ് പൈപ്പ് ഓർ വെസൽ. ഈ ഒരു സെറ്റപ്പിൽ നിന്നും ഹൈറ്റ് അപ് ടു വിച്ച് ദ ലിക്വിഡ് റേസ് ഇൻ ദ ട്യൂബ് ഈസ് കോൾഡ് പ്രഷർ ഹെഡ്. ഇങ്ങനെ ആ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യും ബൈ ദ ഇക്വേഷൻ പി ഈസ് ഈക്വൽ ടു റോ ജി എച്ച് ഓർ ഗാമ എച്ച്. ഹൈഡ്രോസ്റ്റാറ്റിക് ലോ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഈ പീസോമീറ്റർ യൂസ് ചെയ്ത് നമുക്ക് ഹൈ പ്രഷർ ഒന്നും മെഷർ ചെയ്യാൻ സാധിക്കുകയില്ല. നെക്സ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസാണ് മാനോമീറ്റർ. എ മാനോമീറ്റർ ഈസ് എ ഡിവൈസ് യൂസ് ടു മെഷർ ദ പ്രഷർ ഓഫ് എ ഫ്ലൂയിഡ് ബൈ ബാലൻസിങ് ഇറ്റ് അഗെയിൻസ്റ്റ് എ കോളം ഓഫ് ലിക്വിഡ്. മീൻസ് ലിക്വിഡ് കോളത്തെ ബാലൻസ് ചെയ്തിട്ടാണ് മാനോമീറ്റർ പ്രഷർ മെഷർ ചെയ്യുന്നത്. മാനോമീറ്റർ ഒരുപാട് ടൈപ്പ് ഉണ്ട്. മെയിനായിട്ട് യൂട്യൂബ് മാനോമീറ്റർ, ഡിഫറൻഷ്യൽ മാനോമീറ്റർ, ഇൻവേർട്ടഡ് യൂട്യൂബ് മാനോമീറ്റർ, ഇൻക്ലൈൻഡ് മാനോമീറ്റർ എക്സെട്ര. മീൻസ് അതിൻ്റെ ഷേപ്പ് തന്നെയാണ് ഇതിൻ്റെ ഡിഫറൻസ് വരുന്നത്. ഫസ്റ്റ് വൺ ഈസ് യൂട്യൂബ് മാനോമീറ്റർ. പേര് പറയുമ്പോൾ തന്നെ യൂട്യൂബ് മാനോമീറ്റർ യു ഷേപ്പിൽ ബെൻഡ് ചെയ്യപ്പെട്ട ഒരു മാനോമീറ്ററാണ്. യൂട്യൂബ് മാനോമീറ്ററിലെ ഒരു എൻഡ് അറ്റ്മോസ്ഫിയറിലേക്ക് ഓപ്പൺ ചെയ്യപ്പെട്ട നിലയിലാണുള്ളത്. മറ്റേ എൻഡ് നാം എന്തിൻ്റെ പ്രഷറാണോ മെഷർ ചെയ്യേണ്ടത് അങ്ങോട്ട് കണക്ട് ചെയ്താണ്. യൂട്യൂബ് മാനോമീറ്റർ ബോത്ത് പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള പ്രഷർ മെഷർ ചെയ്യാൻ കേപ്പബിളാണ്. യൂട്യൂബ് മാനോമീറ്റർ contain liquid of specific gravity greater than that of fluid of which pressure is to be measured. യൂട്യൂബ് മാനോമീറ്ററിൽ ഒരു ലിക്വിഡ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ആ ലിക്വിഡിനെ നാം മെഷർ ചെയ്യേണ്ട ലിക്വിഡിനേക്കാൾ സ്പെസിഫിക് ഗ്രാവിറ്റി കൂടിയ ലിക്വിഡാണ് നാം ഫില്ല് ചെയ്തത്. സോ അത്തരത്തിലൊരു സെറ്റപ്പിലാണ് യൂട്യൂബ് മാനോമീറ്റർ പ്രഷർ മെഷർ ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ. ഡിഫറൻഷ്യൽ മാനോമീറ്ററും യൂട്യൂബ് മാനോമീറ്ററും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, യൂട്യൂബ് മാനോമീറ്ററിൻ്റെ ഒരു എൻഡ് എയറുമായിട്ട് കണക്റ്റഡ് ആണ്, അറ്റ്മോസ്ഫിയറിലേക്ക് എക്സ്പോസ്ഡ് ആണ്. എന്നാൽ ഡിഫറൻഷ്യൽ മാനോമീറ്ററിൻ്റെ രണ്ട് എൻഡും രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ലിക്വിഡിലാണ് കണക്ട് ചെയ്യപ്പെടുന്നത്. അത് അറ്റ്മോസ്ഫിയറിലേക്ക് എക്സ്പോസ് ചെയ്യപ്പെടുന്നില്ല. ഡിഫറൻഷ്യൽ മാനോമീറ്ററിലും ഫിൽ ചെയ്യപ്പെടുന്ന ലിക്വിഡ് സ്പെസിഫിക് ഗ്രാവിറ്റി കൂടുതലാണ്. ലിക്വിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കൂടുതലാണ് നാം മെഷർ ചെയ്യപ്പെടേണ്ട ലിക്വിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയേക്കാൾ. നെക്സ്റ്റ് ഇൻവേർട്ടഡ് യൂട്യൂബ് മാനോമീറ്റർ. ഇത് കോമൺ ആയിട്ട് കാണുന്ന യൂട്യൂബ് മാനോമീറ്ററിൻ്റെ ഡിഫറൻഷ്യൽ മാനോമീറ്ററിൻ്റെ ഒരു ഇൻവേർട്ടഡ് സെറ്റപ്പാണ്. ദിസ് ഈസ് യൂസ്ഡ് ഓൺലി ടു മെഷർ ദ ഡിഫറൻസ് ഓഫ് ലോ പ്രഷർ ബിറ്റ്വീൻ 2 പോയിൻറ്റ് വിത്ത് ബെറ്റർ ആക്യുറസി ഈസ് റിക്വയർഡ്. വെർ ബെറ്റർ ആക്യുറസി ഈസ് റിക്വയർഡ്. ചെറിയ എമൗണ്ട് പ്രഷർ വിത്ത് ഹയർ ആക്യുറസി. അതാണ് ഇൻവേർട്ടഡ് യൂട്യൂബ് മാനോമീറ്ററിൻ്റെ പ്രത്യേകത. നെക്സ്റ്റ് ഈസ് ഇൻക്ലൈൻഡ് മാനോമീറ്റർ. Inclined manometer is used for measurement of small pressure and it is more sensitive than vertical type
മാനോമീറ്റർ. കൂടുതലായിട്ട് സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയയിലാണ് ഇൻക്ലൈൻഡ് മാനോമീറ്റർ യൂസ് ചെയ്യുന്നത്. ഈ ഇൻക്ലൈൻഡ് മാനോമീറ്ററിൻ്റെ സെറ്റപ്പിൽ ഒരു ഇൻക്ലിനേഷൻ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ട്യൂബിൽ. ആ ഇൻക്ലിനേഷൻ കൊടുത്തത് മൂലം ചെറിയ മൂവ്മെൻറ്റ് പോലും ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ സാധിക്കും. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ വെരി സെൻസിറ്റീവ് ഏരിയാസ്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് മെഷറിംഗ് ഡിവൈസസ് ആർ മെക്കാനിക്കൽ ഗേജസ്. It is generally used for measuring high pressure where high precision is not required. Means നമ്മൾ ഓട്ടോമൊബൈൽസിലൊക്കെ ടയർ പ്രഷറൊക്കെ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് മെക്കാനിക്കൽ ഗേജസ് ആണ്. മറ്റൊരു ടൈപ്പാണ് ട്രാൻസ്ഡ്യൂസേഴ്സ്. ട്രാൻസ്ഡ്യൂസേഴ്സ് ഈസ് എ ഡിവൈസ് ദാറ്റ് കൺവേർട്ട് എ സിഗ്നൽ ഇൻ വൺ ഫോം ഓഫ് എനർജി ഇൻ ടു അനദർ ഫോം ഓഫ് എനർജി സിഗ്നൽ. ഈ സിഗ്നൽസിൻ്റെ എനർജി ഫോം കൺവേർട്ട് മാറ്റിയിട്ട് പ്രഷർ മെഷർ ചെയ്യുന്ന ഡിവൈസസിനെയാണ് ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിളാണ് പീസോ ഇലക്ട്രിക് ഡിവൈസസ്, ബെല്ലോസ്, ഇലാസ്റ്റിക് എലമെൻറ്റ്സ് എക്സെട്ര, ബോർഡൻ ഗേജസ് എക്സെട്ര. ഇത്രയുമാണ് പ്രഷർ മെഷർമെൻറ്റ് എന്ന സെക്ഷനിൽ പറയാനുള്ളത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഹൈഡ്രോസ്റ്റാറ്റിക്സ്. ഹൈഡ്രോസ്റ്റാറ്റിക് ഈസ് എ ബ്രാഞ്ച് ഓഫ് ഫ്ലൂയിഡ് മെക്കാനിക്സ് ദാറ്റ് ഡീൽ വിത്ത് ദ ഫ്ലൂയിഡ് ബിഹേവിയർ അണ്ടർ റെസ്റ്റ്. ഫ്ലൂയിഡ് സ്റ്റാറ്റിക്കായിട്ട് നിൽക്കുമ്പോൾ ആ ഫ്ലൂയിഡിൻ്റെ ബിഹേവിയറിനെ പഠിക്കുന്ന ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ് ഹൈഡ്രോസ്റ്റാറ്റിക്സ്. സ്റ്റാറ്റിക് സ്റ്റേറ്റിൽ നിൽക്കുന്ന ഒരു ഫ്ലൂയിഡ് ഏത് നിമിഷവും അതിൻ്റെ ഒരു സർഫസിൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ദിസ് ഫോഴ്സ് ഈസ് നോൺ ആസ് ടോട്ടൽ പ്രഷർ ഓർ ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓർ ഹൈഡ്രോസ്റ്റാറ്റിക് ത്രസ്റ്റ്. ഈ ഒരു ഫോഴ്സ് എപ്പോഴും നോർമൽ ടു ദ കോണ്ടാക്ട് സർഫസ് ആയിരിക്കും. ഇഫ് ഇറ്റ് ഈസ് ഇൻ സ്റ്റാറ്റിക് സ്റ്റേറ്റ് മീൻസ് നോ ടാൻജൻഷ്യൽ ഓർ നോ ഷിയർ ഫോഴ്സ് എക്സിസ്റ്റ് വെൻ ഫ്ലൂയിഡ് ഈസ് അറ്റ് റെസ്റ്റ്. ടോട്ടൽ പ്രഷർ ഓൾവേസ് ആക്ട് നോർമൽ ടു ദ കോണ്ടാക്ട് പ്രഷർ. സ്റ്റാറ്റിക് സ്റ്റേറ്റിലാണെങ്കിൽ വേറെ ഷിയർ സ്ട്രെസ് ഒന്നും അവിടെ വരുന്നില്ല. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് സ്റ്റാറ്റിക് പ്രഷർ ഫോഴ്സ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് പ്രഷർ ആൻഡ് ദ വെറ്റഡ് സർഫസ് ഏരിയ. മാഗ്നിറ്റ്യൂഡ് ഓഫ് സ്റ്റാറ്റിക് പ്രഷർ ഫോഴ്സ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് എഫ് ഈസ് ഈക്വൽ ടു ഗാമ ഇൻറ്റു എച്ച് ബാർ ഇൻറ്റു എ, വെർ എച്ച് ബാർ ഈസ് ദ ഡെപ്ത് ഓഫ് സെൻട്രോയിഡ് below free surface. The point of application of total pressure or static force on the surface is known as center of pressure. ഏതൊരു പോയിന്റിലാണോ ഈ സ്റ്റാറ്റിക് ഫോഴ്സ് അപ്ലൈ ചെയ്യപ്പെടുന്നത് ഇതിനെ സെൻറ്റർ ഓഫ് പ്രഷർ എന്നാണ് പറയുന്നത്. ഈ ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഒരു കർവ്ഡ് സർഫസിൽ ആക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിന് രണ്ട് കമ്പോണൻ്റ് ഉണ്ടാകും. ഹൊറിസോണ്ടൽ കമ്പോണൻ്റും ഉണ്ടാവും, വെർട്ടിക്കൽ കമ്പോണൻ്റും ഉണ്ടാവും. അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ലെവലിൽ പ്രഷർ മെഷർമെൻറ്റ് ആൻഡ് ഹൈഡ്രോസ്റ്റാറ്റിക് എന്ന ചാപ്റ്ററിൽ പറയാനുള്ളത്. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്.